ഈ ഭൗതിക ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ച മനുഷ്യന് തൻ്റെ പിതാവ്, മാതാവ്, കുടുംബക്കാര് ആദ്യം നൽകേണ്ടത് ഭക്ഷണമാണ്. ഭക്ഷണം എന്ന് വെച്ചാൽ മധുരമുള്ള ഭക്ഷണം. മധുരം നൽകൽ സുന്നത്താണ്. ജനിച്ച കുഞ്ഞിന് മധുരം നൽകൽ സുന്നത്താണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാട്ടിലൊരു പതിവുണ്ടായിരുന്നു. ജനിച്ച കുഞ്ഞുങ്ങളെ എടുത്തിട്ട് അവരുടെ ഉമ്മമാര് അല്ലെങ്കിൽ പിതാക്കന്മാര് ജനിച്ച കുഞ്ഞുങ്ങളെ എടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിൽ വരും. എന്തിന്? അവിടുത്തെ വായയിൽ വെച്ച് ചവച്ചരച്ച കാരക്കയുടെ അംശം ശ്രദ്ധിക്കണം. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമനീര് കലർന്ന, പരിശുദ്ധമായ ഉമനീർ കലർന്ന, തുപ്പുനീര് കലർന്ന കാരക്കയുടെ അംശം എൻ്റെ കുഞ്ഞിന് ഭൗതിക ജീവിതത്തിലെ ആദ്യ ഭക്ഷണമായി ലഭിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് മദീന മുനവ്വറയിൽ, മക്കത്തുൽ മുക്കറമയിലും മദീന മുനവ്വറയിലും അറബ് സമൂഹം, സ്വഹാബി വര്യന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിൽ വരാറുണ്ടായിരുന്നു. ഇത് വലിയൊരു പാഠമാണ്. ഭൂമിയിൽ ജനിച്ചു വീണ മനുഷ്യന് ആദ്യമായി നൽകേണ്ടത് പഴങ്ങൾ കൊണ്ടുള്ള മധുരമാണ്. ഈത്തപ്പഴത്തിൻ്റെയോ കാരക്കയുടെയോ മധുരം ഈ നാട്ടിലിനി ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ അവസരമുണ്ടാക്കണം. അത് സുന്നത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില സ്ഥലത്തൊക്കെ കൽക്കണ്ടം എന്ന് പറയും. കൽക്കണ്ടം എന്താ പറയുക ഇവിടെ? അത് കൊടുക്കലുണ്ടോ? ഉണ്ടോ? അറിയില്ല. ഇവിടെ എന്താ കൊടുക്കല്? ഇവിടെ എന്താ പതിവ്? അറിയില്ല. നിങ്ങളിവിടെ അല്ലേ? വേറെ നാട്ടിൽ? എന്താ ഇവിടെ പതിവ്? പതിവേ ഇല്ലേ? ഇവിടെ പതിവേ ഇല്ലേ? അല്ലാഹുവേ, ഇവിടെ അങ്ങനെ ഇല്ലേ? അതിപ്പോൾ പെണ്ണുങ്ങളോട് ചോദിക്കേണ്ടി വരും. ഇവിടെ മധുരം ഇല്ലേ? ഉണ്ട്. അല്ലാഹു അലം. ഇല്ല. മധുരം കൊടുക്കലുണ്ട്. ഉണ്ട്. തേനോ അല്ലേ? എന്തേലും ഉണ്ട്. ഈത്തപ്പഴത്തിൻ്റെ. അപ്പം മതി, അത് പറഞ്ഞാൽ മതി. അത് കൊടുക്കണം. ഞാൻ വേറൊരു കാര്യം പറയാം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ ഈ മഹല്ലിൽ, ഇതിൻ്റെ പരിസര മഹല്ലിൽ റാക്കിറായ, സ്വാലിഹായ, റാക്കിറായ ഒരു മനുഷ്യനുണ്ടെങ്കിൽ ആ മനുഷ്യൻ്റെ വായക്കകത്തിട്ട് ചവച്ചരച്ച ഈത്തപ്പഴത്തിൻ്റെ മധുരമാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതെങ്കിൽ ആ കുഞ്ഞ് അത്ഭുതകരമായ ആരോഗ്യമുള്ള, ബുദ്ധിശക്തിയുള്ള, ഈമാനിക ശക്തിയുള്ള ഒരാളായി വളരും. മനസ്സിലാക്കണം. അങ്ങനുണ്ട്. ചില ഗുണങ്ങൾ അങ്ങനെയാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്തതിൽ നിന്നാണ് ചില ഗുണങ്ങൾ ഉണ്ടാവുക. മുഅ്മിനീങ്ങളുടെ നാവിനും മുഅ്മിനീങ്ങളുടെ ഉമനീരിനും മുഅ്മിനീങ്ങളുടെ കൈവിരലുകൾക്കൊക്കെ ശ്രദ്ധതുണ്ട്. അതിനൊക്കെ ഗുണങ്ങളുണ്ട്. ഒരു തളികയിൽ നിന്ന് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞതിൻ്റെ പിന്നിലെ ഹിക്മത്ത് എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഒരു തളികയിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞതിന് ഒരുപാട് ഗുണങ്ങളില്ലേ? ഒരു തളികയിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ നമ്മളെ വിഷയം എവിടെയാണ്? രാവിലത്തെ ഭക്ഷണം. നാളെ മുതൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അല്ലാഹു നിങ്ങൾക്കതിന് ഭാഗ്യം നൽകട്ടെ. എന്തിന്? സ്വർഗത്തിലെ പഴം കഴിക്കാനല്ല, സ്വർഗത്തിലെ പഴങ്ങൾ കഴിക്കാനല്ല. എല്ലാ ദിവസത്തിൻ്റെയും ആദ്യത്തിൽ, എല്ലാ ദിവസത്തിൻ്റെയും തുടക്കത്തിൽ നിങ്ങൾക്ക് പഴം ഭക്ഷണമാക്കാൻ കഴിഞ്ഞാൽ, അപ്പോൾ ഒരു മനുഷ്യൻ എപ്പോഴാണ് ഭക്ഷണം കഴിച്ച് തുടങ്ങേണ്ടത്? ചോദ്യം 1. ഉത്തരം. അപ്പോൾ ഖുർആൻ പറഞ്ഞ മറുപടി എന്ത്? ഖുർആൻ എന്താ പറഞ്ഞത്? നിങ്ങൾ രോഗികളാവാതിരിക്കാൻ ഭക്ഷണം കഴിക്കണം. അപ്പം നമ്മൾ പറഞ്ഞു ഞങ്ങൾ ഭക്ഷണം കഴിക്കാറുണ്ട്. അപ്പൊ ഖുർആന്റെ ഭാഗത്ത് നിന്ന് മറുപടി നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ അറിയില്ല. അപ്പൊ നമ്മൾ ചോദ്യം, അതെങ്ങനെയാ കഴിക്കേണ്ടത്? അതിൻ്റെ മറുപടിയാണ് പറയുന്നത്. ഭക്ഷണം എന്ന വിഷയം വരുമ്പോൾ അവിടെ 4 കാര്യങ്ങളുണ്ട്. എപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത്? ഒരു മനുഷ്യൻ ഒരു ദിവസത്തിലെ ആദ്യത്തെ ഭക്ഷണം കഴിക്കേണ്ടത് പ്രഭാതത്തിലാണ്. അത് പഠിപ്പിക്കുന്ന മാസമാണ് ഷഹ്റു റമദാൻ. റമദാൻ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാഠമേതാണ്? അത്താഴം കഴിക്കുക എന്ന് പറയും. അത്താഴം ഇവിടെ എന്താ പറയാ? അത്താഴം കഴിക്കുക എന്ന് പറയും. നിങ്ങൾ അത്താഴത്തെ ഉപേക്ഷിക്കരുത്.
അത് ബർക്കത്തുള്ള ഭക്ഷണമാണെന്ന് മുഹമ്മദുർ റസൂൽ. ഇവിടെ ശ്രദ്ധിക്കണം, നിങ്ങൾ അത്താഴം ഉപേക്ഷിക്കരുത്. തറാവീഹ് കഴിഞ്ഞു പോയി വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചു എന്നതിൻ്റെ പേരിൽ. തറാവീഹ് കഴിഞ്ഞു പോയാൽ ചില നാടുകളിൽ ഭക്ഷണം ഉണ്ടാവും. ക്ഷീണം മാറ്റാൻ ആ സമയത്ത് കഞ്ഞി നല്ലതാണ്. മഞ്ഞളും ജീരകവും തേങ്ങാപ്പാലും ചേർത്ത കഞ്ഞി തറാവീഹ് കഴിഞ്ഞാൽ ശരീരത്തിന് ഉന്മേഷം നൽകുന്നതും വയറിന് ഉന്മേഷം നൽകുന്നതും പിറ്റേന്നത്തെ നോമ്പിന് ശരീരത്തെ സജ്ജമാക്കുന്നതുമാണ്. പക്ഷെ സാധാരണ കഞ്ഞി ആയാൽ പോരാ, വെളുത്ത കഞ്ഞി പറ്റൂല, ഇത്തിരി മഞ്ഞ കളർ വേണം. പെണ്ണുങ്ങൾക്കാണ് ഈ പറഞ്ഞു കൊടുത്തത്. അടുത്ത റമദാനിനെ ഓർമ്മിച്ചോട്ടെ. ഏത് റമദാൻ അല്ലേ? ആയില്ലേ, ഇനിയിപ്പോൾ 4-5 മാസമല്ലേ ഉള്ളൂ. അപ്പം റമദാനിലേക്ക് എൻ്റെ സഹോദരിമാർ ഓർമ്മിച്ച് വെക്കുക. റമദാൻ വലിയ പാഠങ്ങളാണ്. റമദാൻ നൽകുന്ന വലിയ പാഠങ്ങളിൽ ഒരു പാഠം, ഒരു മനുഷ്യൻ എപ്പോഴാണ് ഭക്ഷണം കഴിച്ചു തുടങ്ങേണ്ടത്. നിങ്ങൾ ശ്രദ്ധിക്ക്, ഒരു മനുഷ്യൻ എപ്പോഴാണ് ഭക്ഷണം കഴിച്ചു തുടങ്ങേണ്ടത്? പുലർച്ചെ 5 മണിക്ക് മുമ്പ്. സയ്യിദുനാ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച വേറൊരു കാര്യമുണ്ട്. അത്താഴത്തിന് ഏറ്റവും നല്ല ഭക്ഷണം പഴമാണ്. നിങ്ങൾ ശ്രദ്ധിക്ക്, നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ വലിയ ഗുണം കിട്ടും. ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ എണ്ണം കുറയും, ശരീരത്തിൻ്റെ രോഗത്തിൻ്റെ ശക്തി കുറയും, അവയവത്തിന് ശക്തി വർദ്ധിക്കും. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എല്ലാവരുടെയും നിത്യജീവിതത്തിൽ ആവശ്യമുള്ള കാര്യമാണ് പറയുന്നത്. ആർക്കും ഇത് ഉപേക്ഷിക്കാൻ കഴിയില്ല. ആർക്കും ഉപേക്ഷിക്കാൻ പറ്റാത്ത പരിശുദ്ധ ഇസ്ലാമിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങളാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത്? ഭക്ഷണം ശരീരത്തിൽ ഏറ്റവും ഗുണം ചെയ്യുന്ന സമയം. നിങ്ങളിൽ എത്രയോ ആളുകൾ ഹൃദയത്തിന് രോഗമുള്ളവരാണ്. ഹൃദ്രോഗികൾക്ക് ഏറ്റവും നല്ല ഭക്ഷണങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഭക്ഷണം നേന്ത്രപ്പഴമാണ്. അജുവ കഴിക്കും പോലെ. മനസ്സിലാക്കണം, നിങ്ങൾ അജുവ എന്ന ഈത്തപ്പഴത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇമാം അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്, ഒരു ദിവസം ഒരു അജുവയെങ്കിലും കഴിക്കണം. നമുക്ക് കിട്ടുമോ? കേരളീയർക്ക് എവിടെ അജുവ കിട്ടാൻ? കേരളീയർക്ക് എവിടെയാണ് അജുവ കിട്ടാൻ? ഇനി കിട്ടുമെങ്കിൽ തന്നെ 2500 രൂപ 3000 രൂപയൊക്കെ വില കൊടുത്ത് അജുവ വാങ്ങാൻ നമ്മൾക്ക് എല്ലാവർക്കും കഴിയുമോ? കഴിയില്ല. അതുകൊണ്ട് വെളിയങ്കോട് ഉമർ ഖാലി റളിയല്ലാഹു തആല അൻഹു, കേരളീയ പണ്ഡിതന്മാരിലെ രാജാക്കന്മാരിലൊരാൾ, കേരളീയ പണ്ഡിതന്മാരിലെ രാജാക്കന്മാരിലെ ഒരാൾ, വെളിയങ്കോട് ഉമർ ഖാലി റളിയല്ലാഹു തആല അൻഹു, സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ നായകന്മാരിലൊരാൾ. മനസ്സിലാക്കണം, വെളിയങ്കോട് ഉമർ ഖാലി റളിയല്ലാഹു തആല അൻഹു നമുക്ക് പറഞ്ഞു തന്നു, രാവിലകളിൽ പഴുത്ത് പാകമായ നേന്ത്രപ്പഴം, ഏത്തപ്പഴം നിങ്ങൾ കഴിക്കുക. നേന്ത്രപ്പഴം തന്നെയല്ലേ ഇവിടെ പറയാം, ഇല്ലേ? അതെ, പഴുത്ത് പാകമായ നേന്ത്രപ്പഴം ഒരു ദിവസം 1-2 കഴിച്ചാൽ നിങ്ങളിലെ ഹൃദയത്തിന് രോഗമുള്ള ആളുകൾ ഒരു 10 അടി നടക്കുമ്പോഴേക്കും കിതപ്പ് വന്നിട്ട് ക്ഷീണിച്ച് വിയർത്ത് പോകുന്ന ആളുകൾ, അല്ലേ? നിങ്ങളിലെ മുട്ടിന് തേയ്മാനം, അസ്ഥി തേയ്മാനം, കാൽമുട്ട് സുജൂദിൽ മടക്കാൻ പറ്റണില്ല, സുജൂദിൽ നെറ്റിത്തടം അല്ലാഹ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ കഴിയുന്നില്ല, അല്ലേ? ഒന്ന് ശരിയായ രൂപത്തിൽ ബാത്റൂമിൽ ഇരിക്കാൻ കഴിയുന്നില്ല, പലർക്കും മുട്ട് മടങ്ങില്ല. എപ്പോഴാ ഭക്ഷണം കഴിക്കേണ്ടത്? നാളെ മുതൽ നിങ്ങൾ ഈ സദസ്സിലിരിക്കുന്ന ഭാഗ്യവതികളും ഭാഗ്യവാന്മാരും സുബഹ് നിസ്കാരം അതിന് മുൻപോ അല്ലെങ്കിൽ സുബഹ് നിസ്കരിച്ച ഉടനെയോ പഴുത്ത് പാകമായ നേന്ത്രപ്പഴവും വീട്ടിലുണ്ടെങ്കിൽ ഈത്തപ്പഴവും കഴിക്കും. നിങ്ങളുടെ വീട്ടിൽ കഴിക്കാൻ ഈത്തപ്പഴം ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ട് പട്ടിണിയിലാണെന്ന് റസൂലുള്ളാഹി. ഈത്തപ്പഴമില്ലാത്ത വീട്, കാരക്കയില്ലാത്ത വീട് പട്ടിണിയിലാണ്, പട്ടിണിക്കാരുടെ വീടാണ്. ഞാൻ നിങ്ങളോട് ഈ സദസ്സിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ പലർക്കും ഭക്ഷണം കഴിക്കാൻ അറിയില്ല. എന്ന് വെച്ചാൽ അവനവൻ്റെ ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷണം കഴിക്കാൻ അറിയില്ല. ഇപ്പോൾ നിങ്ങൾ ഈ നാട്ടിൽ
എല്ല് രോഗമുള്ള ഒരുപാട് ആളുണ്ടാവും. അവർ ആഴ്ചയിൽ 2 ദിവസം ബീൻസ് എന്നല്ലേ പറയാ? എനിക്ക് പേടി എന്താ, ഞാൻ കണ്ണൂരിൽ നിന്ന് വരെ ബീൻസ് എന്ന് പറയില്ലേ, ആ ലൈറ്റ് പച്ച കളറിലുള്ള ആ പയർ, നീളമുള്ള സംഭവമല്ല. ഓക്കെ അല്ലേ? പിന്നെ അമര എന്ന് പേരുള്ള ഒരു പയറുണ്ട്, അമരപ്പയർ, കുറച്ച് വീതിയുള്ള അമര. എന്താ? ഇത് കഴിക്കണം. ആഴ്ചയിൽ 2 ദിവസം ബീൻസ്, ആഴ്ചയിൽ 2 ദിവസം അമര, ആഴ്ചയിൽ 2 ദിവസം ബ്രോക്കോളി എന്ന് പറഞ്ഞിട്ടൊരു സാധനം. നമ്മുടെ ഈ കോളിഫ്ലവറിൻ്റെ പച്ച, മനസ്സിലാവുന്നുണ്ടോ? കോളിഫ്ലവർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയും അല്ലേ? അതിൻ്റെ പച്ച കളറിൽ വരുന്ന ഒരു വെജിറ്റബിളാണ് ബ്രോക്കോളി. അപ്പം മുട്ടുതൈമാനം എന്ന് പറഞ്ഞിട്ട് മംഗലാപുരത്ത് ഇടയ്ക്കിടെ പോണ്ടി വരില്ല. നിങ്ങൾ കഴിച്ചോക്കി, നിങ്ങളിത് കഴിച്ചോക്കി. ഈ ക്ലാസ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടും. നിങ്ങളിത് കഴിക്കുക. പക്ഷെ ഒരിക്കൽ കഴിച്ച് പിന്നെ അടുത്തോല്ലല്ല കഴിക്കേണ്ടത്. അങ്ങനെ ഒരു സ്വഭാവം. ബീൻസ് കഴിക്കാൻ പറഞ്ഞ് ഈ ആഴ്ച ഏതായാലും അത് കഴിച്ചു നോക്കാം, പിന്നെ അടുത്ത ആഴ്ച കിട്ടിയും കഴിച്ചില്ലെങ്കിൽ. അങ്ങനെയല്ല, ആഴ്ചയിൽ 2 ദിവസം. പെണ്ണുങ്ങന്മാർ ശ്രദ്ധിക്കണ്ടോ? അവിടെ പെണ്ണുങ്ങന്മാർക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടത്. ആഴ്ചയിൽ 2 ദിവസം ബീൻസ്, 2 ദിവസം പറയും അമര അല്ലേ, അമര. ആഴ്ചയിൽ 2 ദിവസം കിട്ടുമെങ്കിൽ ബ്രോക്കോളി, അത് കിട്ടില്ലെങ്കിൽ മുതിര എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, മുതിര. അല്ല, കണ്ടിട്ടും അതിൻ്റെ പേര് കേട്ടിട്ടും കാലത്രയായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ശരീരത്തിന് ആവശ്യമുള്ളത് കണ്ടെത്തിയിട്ട് ഭക്ഷണമായി കഴിക്കണം. കുലൂ, നിന്റെ ശരീരത്തിന് ആവശ്യമുള്ള വസ്തുക്കളെ കണ്ടെത്തിയിട്ട് നീ ഭക്ഷണം കഴിച്ചാൽ നിനക്ക് രോഗം വരില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ അതിൻ്റെ അർത്ഥം. ഭക്ഷണം കഴിക്കൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിന്റെ ശരീരത്തിന് ആവശ്യമുള്ള വസ്തുക്കളെ നീ കണ്ടെത്തണം, എന്നിട്ടത് കഴിക്കേണ്ടുന്ന രൂപത്തിൽ കഴിക്കണം. അപ്പൊ ഭക്ഷണം കഴിക്കുന്നുണ്ടോ? കഴിക്കുന്നുണ്ട്. ഗുണമുണ്ടോ? ഗുണമില്ല. ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഗുണമില്ല. ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇതാണ് നമ്മുടെ ഒരു അവസ്ഥ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പഴത്തെക്കുറിച്ചാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ട പിതാവ് അബുൽ ബശർ ആദം അലൈഹിസ്സലാം ഈ ഭൂമിയിലേക്ക് താമസിക്കാൻ വേണ്ടി വരുമ്പോ സ്വർഗലോകത്ത് നിന്ന് പഴങ്ങളുമായിട്ടാണ് വന്നത്. അറിയാമോ നിങ്ങൾക്ക്? ഈ ഭൂമിയിലേക്ക് മനുഷ്യൻ താമസിക്കാൻ വേണ്ടി വരുമ്പോൾ അവിടുന്ന് കൊണ്ടുവന്ന ഭക്ഷണം മാംസമായിരുന്നില്ല, മത്സ്യമായിരുന്നില്ല. അബുൽ ബശർ ആദം അലൈഹിസ്സലാം 16-ൽ പരം വ്യത്യസ്തങ്ങളായ പഴങ്ങളുമായിട്ടാണ് ഭൂമിയിലോട്ട് വന്നത് എന്ന് തഫ്സീർ. 16-ൽ പരം വ്യത്യസ്തങ്ങളായ പഴങ്ങൾ. അതിലേറ്റവും മനുഷ്യന് ഗുണം നൽകുന്ന ഒരു പഴമുണ്ടായിരുന്നു, അത്തിപ്പഴം. ഇന്ന് നമ്മളിൽ മിക്ക ആളുകളും എല്ലാ ദിവസവും 2 വീതം കഴിക്കേണ്ടുന്ന പഴമാണിത്. എങ്ങനെ? എല്ലാ ദിവസവും മിക്ക മനുഷ്യന്മാരും കഴിക്കേണ്ട ഒരു പഴമാണ് അത്തിപ്പഴം. അന്തേ നിങ്ങളിൽ പലർക്കും വയറിന് രോഗമുണ്ട്. ഞാൻ ഇന്ന് പ്രസംഗം തുടങ്ങുമ്പോൾ പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തീൻ, അത്തിയെ തന്നെയാണ് സത്യം. അത്തിമരത്തെ അല്ലെങ്കിൽ അത്തിപ്പഴത്തെ, അത്തിയെ തന്നെയാണ് സത്യം. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. നിശ്ചയം മനുഷ്യനെ ഏറ്റവും മനോഹരമായ സ്ട്രക്ചറിൽ, ശൈലിയിൽ, അനാട്ടമിക്കലി, ഫിസിയോളജിക്കലി ഏറ്റവും ഹെൽത്ത്ഫുള്ളായ, ഏറ്റവും ആരോഗ്യപരമായ, ഏറ്റവും സൗന്ദര്യമായ രൂപത്തിലാണ് മനുഷ്യനെ നാം പടച്ചത് എന്ന് പറയാൻ ലഖദ് ഖലഖനൽ ഇൻസാൻ, നിശ്ചയം നാം മനുഷ്യനെ പടച്ചിരിക്കുന്നു ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും ചൊവ്വായ, ഏറ്റവും കരുത്തുള്ള, ഏറ്റവും മനോഹരമായ. ഇതൊരുപാട് വിശദീകരണം ആവശ്യമുള്ള ആയത്താണ്. ഏറ്റവും മനോഹരമായ രൂപത്തിലാണ് മനുഷ്യനെ നാം പടച്ചത് എന്ന് പറയാൻ, ഇങ്ങനെ ഒരു കാര്യം പറയാൻ
അള്ളാഹു ആദ്യം സത്യം ചെയ്തത് ഏത് പഴത്തെ കൊണ്ടാണ്? വത്തീൻ. നിങ്ങളിൽ ചിന്തിക്കാൻ കഴിവുള്ളവർ ചിന്തിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വത്തീൻ, ഈ പഴവുമായിട്ടാണ് ആദം അലൈഹിസ്സലാം ഭൂമിയിലേക്ക് വന്നത്. എന്തെല്ലാം ഗുണങ്ങളാണ്, എന്തെല്ലാം ഗുണങ്ങളാണ്! മൂത്രാശയ രോഗങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കഴിവുള്ള പഴമാണിത്. ഉദര സംബന്ധമായ അൾസർ പോലോത്ത ആസിഡിറ്റിയുടെ കംപ്ലൈൻറ്റുകൾക്ക്, വയറ് പുകച്ചിൽ, നെഞ്ചരിച്ചിൽ, അതുപോലെ തന്നെ പൈൽസിൻ്റെ കംപ്ലൈൻറ്റുകൾ, അർഷസിൻ്റെ കംപ്ലൈൻറ്റുകൾ ഒക്കെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്ന അമൂല്യ ഗുണമുള്ള പഴമാണ് അത്തി. എന്നതിനേക്കാൾ അത്തിപ്പഴത്തിൻ്റെ വലിയ ഗുണം എന്താണ്? മനുഷ്യ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിയെ അത് വർദ്ധിപ്പിക്കും. നമ്മൾ ചോദിച്ചല്ലോ, രോഗം വന്ന് ചികിത്സിക്കുന്നതാണോ നല്ലത്, രോഗം വരാതെ സൂക്ഷിക്കലാണോ നല്ലത്? ഒരു മനുഷ്യന് ഈ ദുനിയാവിൽ ഏറ്റവും ആവശ്യം പ്രതിരോധമാണ്, പ്രതിരോധശേഷിയാണ് ആവശ്യം. മനുഷ്യ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി ശക്തിപ്പെടുത്താൻ ഒരു പക്ഷേ ശ്രദ്ധിക്കണം, മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി ശക്തിപ്പെടുത്താൻ മുലപ്പാൽ കഴിഞ്ഞാൽ ഒരു പക്ഷേ അത്തിപ്പഴത്തോളം നിങ്ങളെ സഹായിക്കുന്ന വേറെ വസ്തു ഇല്ല. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആരോഗ്യത്തെ പാഴാക്കി കളയുന്നു, ആരോഗ്യത്തെ നശിപ്പിച്ച് കളയുന്നു, സ്വയം തളരുന്നു, സ്വയം ക്ഷീണിക്കുകയാണ് മനുഷ്യരിലധിക പേരും. അങ്ങനെ പറയുമ്പോൾ ഈ വിഷയത്തിന്റെ ഒരു ഭാഗം പോകുന്നത് എങ്ങോട്ടാണെന്നറിയുമോ? പുതിയ കാലത്തെ മനുഷ്യന്മാർക്ക് സുലഭമായി ഭക്ഷണം ലഭിക്കുമെങ്കിലും ആവശ്യമുള്ളത് തിന്നില്ല, ആവശ്യമില്ലാത്തത് വല്ലാതെ കഴിക്കുകയും ചെയ്യും. അതാണ് പുതിയ കാലത്തൊരു ശീലം. ആവശ്യമുള്ളത് തിന്നൂല, ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ കൊടുക്കൂല. ഉദാഹരണം പറഞ്ഞാൽ ഒരു മനുഷ്യന് പ്രഭാതത്തിൽ അവന്റെ ശരീരത്തിന് രാവിലത്തെ ഭക്ഷണമായി ഒരു മനുഷ്യന്റെ ശരീരത്തിന് ഏറ്റവും നല്ലത് പഴങ്ങളാണ്, ഏറ്റവും നല്ലത് പഴമാണ്. നേന്ത്രപ്പഴവും ഈത്തപ്പഴവും അത്തിപ്പഴം പോലത്തെ നല്ല പഴങ്ങളാണ്. ആരും കഴിക്കില്ല. പാഴാക്കി കളഞ്ഞവരിൽപ്പെട്ടു. എല്ലാ പ്രഭാതങ്ങളിലും പഴം കഴിക്കാത്തവർ, എല്ലാ പ്രഭാതങ്ങളിലും ലഭ്യമാകുമെങ്കിൽ പഴം കഴിക്കാത്തവർ ആരോഗ്യത്തെ പാഴാക്കി കളഞ്ഞവരാണ്. മഅബൂനും ഫീഹിമാ കസീറും മിനന്നാസ്. ഗർഭിണിയായ സമയത്തൊരു പെൺകുട്ടി ഈത്തപ്പഴവും ഏത്തപ്പഴവും അതുപോലെ പപ്പായയും പഴുത്തത് ഒക്കെ കഴിച്ചില്ലെങ്കിൽ അവളുടെ ആരോഗ്യത്തെ പാഴാക്കി കളഞ്ഞവളാണ്. ഉദാഹരണം പറഞ്ഞതാണ്. നിങ്ങളുടെ ആരോഗ്യത്തെ പാഴാക്കി കളയുന്നു എന്നത് ബോധ്യപ്പെടുത്താൻ ഉദാഹരണം പറഞ്ഞതാ. അപ്പോൾ മനുഷ്യരിൽ അധിക പേരും രോഗികളാകുന്നത് അവര് തന്നെ അവരുടെ ആരോഗ്യത്തെ പാഴാക്കി കളയുന്നത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക. ആവശ്യമുള്ളത് തിന്നൂല്ല. ഞാൻ പറഞ്ഞു വന്ന കാര്യം അതാണ്. ആവശ്യമുള്ളത് തിന്നൂല്ല, അനാവശ്യമായത് കഴിക്കും. ഈ കാലത്തൊരു പ്രശ്നം അതാ, വെള്ളം കുടിക്കൂല. പലരും വെള്ളം കുടിക്കുന്നതിന്റെ അളവ് വളരെ കുറവാ. പുതിയ കാലത്തൊരു പ്രശ്നം എന്താ? കേരളത്തിന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ? ചൂട് കൂടുതലാണ്. ചൂട് കാലത്ത് നിങ്ങളുടെ ശരീരത്തെ പ്രതിരോധിക്കേണ്ടതില്ലേ? മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ വരാതിരിക്കാൻ, ഉഷ്ണസംബന്ധമായ രോഗങ്ങൾ വരാതിരിക്കാൻ, സൂര്യാഘാതം പോലത്തെ പ്രശ്നങ്ങൾ ശരീരത്തിൽ ഏൽക്കാതിരിക്കാൻ
ശരീരത്തിൽ ക്രമാതീതമായ ചൂട് വർദ്ധിക്കുന്നത് കാരണം ആന്തരികവും ബാഹ്യവുമായ രോഗം വരാതിരിക്കാൻ ഉഷ്ണകാലത്ത് പ്രത്യേകിച്ചും നിങ്ങൾ ചില പ്രതിരോധ വഴികൾ സ്വീകരിക്കണമെന്നാണ് ഇസ്ലാമിന്റെ താല്പര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിന്റെ താല്പര്യം അതാണ്. ആ വിഷയത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന വലിയ പ്രതിരോധ വഴിയാണ് ആവശ്യമായ അളവിൽ വെള്ളം കുടിക്കണം. എത്ര പേര് കുടിക്കാൻ? വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ വെള്ളം കുടിക്കൽ വളരെ കുറവാണ്. ഞാൻ കാണിക്കാൻ വരുന്ന കൺസൾട്ടിങ്ങിന് വരുന്ന രോഗികളോടേക്കും വെള്ളം കുടിക്കാറുണ്ടോ? അത്യാവശ്യം കുടിക്കും. അത്യാവശ്യം കുടിക്കുന്ന പറഞ്ഞാൽ ഊണയിക്കും അച്ചാറൊക്കെ തൊട്ട് കൂട്ടണമായിരിക്കും. 2, 3, 4 മാത്രം ഗ്ലാസ് കുടിക്കുന്ന ആളുകളുണ്ട്. പുതിയ കാലത്ത് ഇസ്ലാമിക സമൂഹം ഇതൊക്കെ പഠിക്കണം. മനുഷ്യ സമൂഹം ഇത് പഠിക്കണം. മാനവരാശിക്ക് ഈ പാഠം പഠിപ്പിച്ചു കൊടുക്കണം. ഖുർആനിൽ രോഗം വരാതിരിക്കാനുള്ള വല്ല പ്രതിരോധം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ വഷ്റബു, രോഗം വരാതിരിക്കാൻ വല്ല പ്രതിരോധ മാർഗവും ഉണ്ടോ? മനുഷ്യ ശരീരത്തിൽ മാരകമായ രോഗം വരാതിരിക്കാൻ വല്ല പ്രതിരോധ വഴിയും ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? വഷ്റബു, കുടിക്കുക. ഞാൻ സദസ്സിനോട് ഇടയ്ക്ക് ചോദ്യം ചെയ്തിരിക്കുകയാണ്. ഇവിടെ ദുനിയാവിൽ റാഹത്തോടെ ജീവിക്കണം എന്ന് താല്പര്യമുള്ളവർക്കുള്ള വാദായി പറയണത്, പ്രസംഗ പറയണത്. ഇവിടെ ഈ നാട്ടിൽ ഇതാണ് നമ്മുടെ വലിയ വിഷയം. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ അന്വേഷണം ദുനിയാവിൽ സുഖം എങ്ങനെ വർദ്ധിപ്പിക്കാം, സന്തോഷം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതാണ്. അതിനെക്കുറിച്ചാണ് ഞാനും പറയുന്നത്. എനിക്കും ദുനിയാവിനോടാണ് കുറച്ച് താല്പര്യം കൂടുതൽ. കാരണം ആഖിറത്തിന്റെ കൃഷിയുടെ ഇതാണ്. ആഖിറ ഉണ്ടാക്കാൻ ദുനിയാവ് തന്നെ വേണം. ഈ കഠിനമായി പൊള്ളുന്ന ചൂട് കാലത്ത് ശരീരത്തിൽ ചൂടില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ മതം എത്ര വലിയൊരു മതമാണ്. നിസ്കാരത്തിന്റെ ഷർത്തും ഫർളും മാത്രം നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടേ ഇരുന്നത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിനിടയിൽ ചർച്ചയാവാതിരുന്നത്. വയലിൽ നല്ല വയലും മരണം തന്നെയാ, മരണത്തെക്കുറിച്ച് പറയൽ തന്നെ. പക്ഷെ എപ്പോഴും മരണം മാത്രം പറഞ്ഞാൽ നേരത്തെ മരിക്കേണ്ടി വരില്ലേ? ദുനിയാവ് പറയണ്ടേ? ദുനിയാവ് പറയണ്ടേ? ദുനിയാവ് പിന്നെ എപ്പോഴാ പറയാം? മരിച്ചതിന് ശേഷം. ചൂട് വല്ലാതെ വർദ്ധിച്ച കാലഘട്ടത്തിൽ ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹിയെ നമ്മൾ ഓർമ്മിക്കണം. വൈദ്യശാസ്ത്ര ലോകത്തെ വലിയ പണ്ഡിതനാണ് ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി. മുഫസ്സിറാണ് അദ്ദേഹം. ഖുർആന് തഫ്സീർ എഴുതിയ പണ്ഡിതനാണ് അദ്ദേഹം. റംലി റഹ്മത്തുള്ളാഹി അലൈഹിയോട് രോഗം വരാതിരിക്കാനുള്ള പ്രതിരോധ വഴി ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടിയിലെ ഒരു പ്രയോഗം, അദ്ദേഹം പറഞ്ഞ മഹാനുഭാവൻ പറഞ്ഞ മറുപടിയിലെ ഒരു പദപ്രയോഗം മാത്രം ഞാൻ ഇവിടെ എടുക്കുകയാണ്. വശ്റബൂ, നീ വെള്ളം കുടിക്കുക. പുതിയ കാലത്ത് മനുഷ്യരിൽ പലരും തളർന്നു പോയത് മതിയായ അളവിൽ വെള്ളം കുടിക്കാത്തത് കൊണ്ടാണ്. ഹൃദയത്തിന് ശക്തി ലഭിക്കണമെങ്കിൽ വെള്ളം കുടിക്കണം. ഹൃദയത്തിന് ശക്തി ലഭിക്കണമെങ്കിൽ വെള്ളം കുടിക്കണം. ഹൃദയം ശക്തിയുള്ളതായാൽ, ഹൃദയം ശരിയായ രൂപത്തിൽ പ്രവർത്തിക്കുന്നതായാൽ നീ സമ്പൂർണ്ണ ആരോഗ്യമുള്ളവനായി തീരുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനത്തിലുള്ളത്. നിന്റെ ഹൃദയം നന്നായാൽ ശരീരം മുഴുവനും നന്നായി തീരും. ഹൃദയം നന്നാവാൻ വലിയൊരു വഴിയേതാ? ഒരുപാട് വഴിയുണ്ട്. 10ൽ കൂടുതൽ വഴികൾ മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് ഹൃദയം നന്നാവാൻ. എന്നാ അതിലൊരു വഴിയേതാ? വെള്ളം കുടിക്കലാണ്. വെള്ളം മതിയായ അളവിൽ കുടിക്കലാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മളിൽ പലരും ആവശ്യത്തിനുള്ള അളവിൽ വെള്ളം കുടിക്കാത്തവരാണ്. വശ്റബൂ, വെള്ളം കുടിക്കുക. പ്രത്യേകിച്ചും ചൂട് കാലത്ത്. ഇസ്ലാമിക ശാസ്ത്രപ്രകാരം ഒരു മനുഷ്യന് ഭക്ഷണം കഴിക്കണമെങ്കിൽ അയാൾക്ക് വിശക്കണം, ആഹാരം കഴിക്കണമെങ്കിൽ അയാൾക്ക് വിശക്കണം. എന്നാ വെള്ളം കുടിക്കണമെങ്കിലോ ദാഹിക്കേണ്ടതില്ല, വെള്ളം കുടിക്കണം. ദാഹിക്കേണ്ടതില്ല, അയാൾ വെള്ളം കുടിക്കണം. നമ്മളിൽ പലർക്കും ഹൃദയം തളർന്നു പോയത്
തലച്ചോറ് തളർന്നു പോയത്, എല്ല് രോഗം വർദ്ധിപ്പിച്ചത്. ഇനിയിപ്പോ ഒരു പുതിയ രോഗം വരാൻ പോകുന്നുണ്ട് കേട്ടോ. എല്ല് രോഗത്തിൽ കാലിന്റെ മുട്ടിന്റെ ഭാഗത്തുള്ള ജോയിന്റുകൾ പരസ്പരം എത്രയാളാ ബുദ്ധിമുട്ടിലായത്? എത്ര ആളുകൾക്കാണ് ഈ പ്രയാസം? നിസ്കാരത്തിലെ ഏറ്റവും മഹത്തായ സുജൂദ് ചെയ്യാൻ കഴിയാതെ, നിസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം സുജൂദാണ്. മനോഹരമായി നാം പണിയുന്ന ആരാധനാലയത്തിന് മേൽ വെക്കപ്പെട്ട പേര് മസ്ജിദ് എന്നാണ്. മസ്ജിദ് എന്നാൽ സുജൂദ് ചെയ്യുന്ന ഇടമെന്നാണ്. എത്ര ആളുകളാണ് നിസ്കാരത്തിൽ സുജൂദ് ചെയ്യാൻ കഴിയാതെ പ്രയാസത്തിലായത്? എത്ര ആളുകൾക്കാണ് സുജൂദ് ചെയ്യാൻ കഴിയുന്നില്ല? ദേ, മുട്ടുമടക്കാൻ അവർക്ക് പറ്റൂല എന്നാ പറയണത്. മുട്ടുമടക്കാൻ അവർക്ക് കഴിയില്ല. മതിയായ അളവിൽ വെള്ളം കുടിച്ചിരുന്നുവെങ്കിൽ എല്ലുകൾക്ക് ശക്തി ലഭിക്കാൻ, അസ്ഥികൾക്ക് ശക്തി ലഭിക്കാൻ, നിന്റെ ശരീരത്തിലെ അസ്ഥികൾക്ക് ശക്തി ഉണ്ടാവാൻ നീ ഏറ്റവും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് വെള്ളത്തെയായിരുന്നു. വെള്ളം കുടിക്കണമായിരുന്നു. അപ്പൊ ശരാശരി ഒരു 2.5 ലിറ്റർ വെള്ളമെങ്കിലും ദിനം പ്രതി നാം കുടിക്കേണ്ടതുണ്ട്. 2.5 ലിറ്റർ വെള്ളമെങ്കിലും ദിനം പ്രതി നാം കുടിക്കേണ്ടതുണ്ട്. പച്ചവെള്ളത്തിന്റെ കാര്യമാ പറയുന്നത്. ചൂടാക്കി കുടിക്കുന്ന വെള്ളത്തെ കുറിച്ചല്ല, ചൂടാക്കി കുടിക്കുന്ന വെള്ളത്തെ കുറിച്ചല്ല പറഞ്ഞത്. പച്ചവെള്ളം കുടിക്കണം. ശുദ്ധമായ കിണർ വെള്ളം നിങ്ങൾക്കുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മക്കൾക്ക് നിങ്ങൾ വെള്ളം ചൂടാക്കി കൊടുക്കരുത്. അത് അനാരോഗ്യപരമായ കാര്യമാണ്, അത് അനാരോഗ്യപരമായ ഏർപ്പാടാണ്. പച്ചവെള്ളം ശരീരത്തിന് ഗുണം ലഭിക്കാനാണ് കുടിക്കുന്നതെങ്കിൽ, ഹൃദയത്തിന് ശക്തി ലഭിക്കാനാണ് കുടിക്കുന്നതെങ്കിൽ, ദാഹം ശമിക്കാനാണ് കുടിക്കുന്നതെങ്കിൽ, മസ്തിഷ്കത്തിന് ഗുണം ലഭിക്കാനാണ് കുടിക്കുന്നതെങ്കിൽ ശുദ്ധമായ പച്ചവെള്ളം കുടിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ജനങ്ങൾക്കിടയിൽ തെറ്റായ ചില വിശ്വാസങ്ങൾ അങ്ങനെയുണ്ട്. എന്നാൽ കർണാടക സ്റ്റേറ്റിലെ ജനങ്ങൾ, തമിഴ്നാട്ടിലെ ജനങ്ങൾ, മഹാരാഷ്ട്രയിലെ ജനങ്ങൾ പച്ചവെള്ളം കുടിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ചൂടാക്കി തണിഞ്ഞ വെള്ളം കുടിക്കും, ചൂടുവെള്ളം കുടിക്കും. കേരളത്തിലേക്കാണ് ലോഡ് കണക്കിന് മരുന്നും വരേണ്ടി വരുന്നത്. തമിഴ്നാട്ടിൽ മരുന്ന് ഉപയോഗിക്കുന്നവർ കുറവാ, രോഗികൾ കുറവാ. ഇന്ത്യയിലെ വലിയ രോഗികൾ താമസിക്കുന്നത് കേരളത്തിൽ. കാരണം എന്തുവാ? കേരളക്കാർക്ക് ഒരു വിശ്വാസമുണ്ട്, നമ്മൾ അത്യാവശ്യം വിവരമുള്ള ആളാണ്. എന്താ വിവരം? വെള്ളം ചൂടാക്കി കുടിക്കുക. എന്താ വിവരം? വെള്ളം ചൂടാക്കി കുടിക്കുക. സാധാരണ എപ്പോഴും സ്വർഗത്തിലെ പാനീയത്തെ കുറിച്ചാണ് വയല് പറയാറുള്ളത്. ഇനിയിപ്പോ ദുനിയാവിലെ വെള്ളത്തെ കുറിച്ചാ വയല്. സാധാരണ വയല് എന്ന് പറയുന്നത് സ്വർഗത്തിലെ തേനാറുകളെ കുറിച്ച്, പാലരുവികളെ കുറിച്ചാണ് നമ്മൾ വയല് പറയാറുള്ളത്. ഇത് ഭൗതിക ജീവിതത്തിൽ ജീവിതം സ്വർഗീയമാക്കാനുള്ള വഴികളെ കുറിച്ചാണ് പറയുന്നത്. ജീവിതം സ്വർഗീയമാക്കാനുള്ള വഴികൾ. വഷ്റബു, നീ വെള്ളം കുടിക്കണം, ഇത് രോഗപ്രതിരോധമാണ് എന്ന് സയ്യിദുനാ റംലി റഹ്മത്തുള്ളാഹി അലൈഹി. മതിയായ അളവിൽ വെള്ളം കുടിക്കുക. സ്ത്രീകൾക്കിടയിൽ, കുട്ടികൾക്കിടയിൽ മൂത്രാശയ രോഗം വർദ്ധിക്കുന്നതിന് ഒരു വലിയ കാരണം, ഗർഭിണികളിൽ ആരോഗ്യം കുറയുന്നതിന്റെ വലിയ കാരണം, പ്രസവം പ്രയാസകരമാവുന്നതിന്റെ വലിയ കാരണം മതിയായ അളവിൽ ഗർഭകാലത്ത് വെള്ളം കുടിക്കുന്നില്ല എന്നതാണ്. നിങ്ങളത് ശ്രദ്ധിക്കണം. മതിയായ അളവിൽ വെള്ളം കുടിക്കുന്നില്ല എന്നതാണ്. അപ്പോൾ വെള്ളം കുടിക്കുക എന്നത് വളരെ ഗൗരവമുള്ള കാര്യമായി നാം കാണണം. പറ്റുമെങ്കിൽ പൂർവപ്രഭാതത്തിൽ സുബഹിന് മുമ്പ് വീടുകളിൽ കിണറുണ്ടെങ്കിൽ സുബഹിന് മുമ്പ് തന്നെ അന്നത്തെ ദിവസം കുടിക്കാനുള്ള വെള്ളം കോരി വെക്കുന്ന ഒരു ശീലം വീടുകളിൽ ഉണ്ടാവട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കുടിക്കാൻ വേണ്ടി ഞാനൊരു നല്ല കാര്യം പറഞ്ഞുതരാം. സഹോദരിമാരുണ്ടല്ലോ, കുടിക്കാൻ വേണ്ടി നമ്മൾ കിണറിൽ നിന്ന് കോരുന്ന വെള്ളം സുബ്ഹ് ബാങ്കിന് മുമ്പ് ശേഖരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, സുബ്ഹ് ബാങ്കിന് മുമ്പ് നിങ്ങൾക്ക് ശേഖരിക്കാൻ കഴിയുമെങ്കിൽ ആ വെള്ളത്തിന് പ്രത്യേക ഗുണമുണ്ട് എന്ന് മനസ്സിലാക്കണം. ഏത് വെള്ളത്തിന്?
സുബ്ഹിന് മുമ്പ് കിണറിൽ നിന്ന് കോരിയെടുക്കുന്ന വെള്ളത്തിന് പ്രത്യേക ഗുണമുണ്ട് മനുഷ്യന്റെ ആരോഗ്യ വിഷയത്തിൽ. പറ്റുമെങ്കിൽ നിങ്ങളത് ചെയ്യണം. ശുദ്ധമായ പച്ചവെള്ളത്തിൽ സുബ്ഹിന് മുമ്പ് കുളിക്കണതും വലിയ ആരോഗ്യം ഉണ്ടാക്കുന്ന കാര്യമാണ്. ശുദ്ധമായ പച്ചവെള്ളത്തിൽ സുബ്ഹിന് മുമ്പ് കുളിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് വലിയ ആരോഗ്യമുണ്ടാക്കി തരും നിങ്ങൾക്ക്. അപ്പോ പറഞ്ഞു വന്നത്, ശരിയായ രൂപത്തിൽ നമ്മൾ നമ്മുടെ ശരീരത്തോട് ഇടപെടൽ നടത്തണം. രോഗം വരാതിരിക്കാനുള്ള എളുപ്പമാർഗമാണിത്. മതിയായ അളവിൽ, ശരീരത്തിന് ആവശ്യമുള്ള അത്രയും അളവിൽ ശുദ്ധമായ പച്ചവെള്ളം കുടിക്കുക. അത് രാവിലെ ശേഖരിച്ച വെള്ളമാവുക. ഞാൻ പറഞ്ഞു വന്നത്, ഉഷ്ണകാലം, ചൂട് വല്ലാണ്ട് വർദ്ധിക്കുന്നു. ഈ സദസ്സിലിരിക്കുന്ന ആളുകൾക്ക് ഒരാഴ്ച കൊണ്ട് നിലവിലുള്ള ചൂടിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു ശാരീരിക തലം ഞാൻ ഈ സദസ്സിൽ പറയാൻ പോവാ. ഒരാഴ്ച കഴിഞ്ഞാൽ എത്ര കഠിനമായ വേനലാണെങ്കിലും നിങ്ങൾക്ക് സൂര്യതാപം വല്ലാതെ നിങ്ങൾ അലട്ടില്ല. ഈ ഭൗതിക ലോകത്ത് അനുഭവിക്കാൻ കഴിയുന്ന വലിയൊരു സൗഖ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ കാര്യം നിങ്ങൾ ചെയ്യുമെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 10 നാൾ കഴിഞ്ഞാൽ വല്ലാതെ ചൂടുണ്ട് എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരില്ല. ഒരു പരിധിവരെ ചൂട് കാലത്തോട് പ്രതിരോധിച്ച് നിൽക്കാൻ നിങ്ങളുടെ ശരീരത്തിന്റെ ചർമ്മങ്ങൾക്ക് സാധ്യമാവും. നിങ്ങളുടെ ചർമ്മങ്ങൾ, നിങ്ങളുടെ തൊലികൾ അതിനോട് പൊരുതി നിൽക്കാൻ കഴിവുള്ളതാവും. അതിലൊന്ന് ഒരുപാട് പച്ചവെള്ളം കുടിക്കുക. രാവിലെ മുതൽ, പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷമാണ് കൂടുതൽ അളവ് വെള്ളം കുടിക്കേണ്ടത്. വെള്ളം ഒറ്റയടിക്ക് കുടിക്കാതിരിക്കുക. ഇതൊക്കെ പഠിക്കേണ്ട കാര്യമാണ്. ദാഹം തീരില്ല പ്രിയപ്പെട്ടവരെ. ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് ദാഹം തീരും. പക്ഷെ സുന്നത്തായ രൂപത്തിൽ കുടിക്കണം. മുറുക്കായി കുടിക്കുക എന്നാണ് പറയുക, അല്പാൽപമായി കുടിക്കുക എന്നാണ് പറയുക. അല്പാൽപമായി നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതും ഒരൊറ്റ സ്പീഡിൽ ഒരു ബോട്ടിൽ വെള്ളം കുടിക്കുന്നതും രണ്ടും വല്ലാത്ത വ്യത്യാസമുണ്ട്. ഒറ്റ ശ്വാസത്തിൽ ഒരു വലിയ പാത്രം വെള്ളം കുടിച്ചാൽ അത് നിങ്ങളുടെ ശരീരത്തെ തണുപ്പിക്കില്ല, അത് ശരീരത്തിന്റെ ദാഹത്തെ തീർക്കില്ല എന്ന് മാത്രമല്ല, അത് ശരീരത്തെ ക്ഷീണിപ്പിക്കും. ഒരുപാട് ചെറുപ്പക്കാർക്ക് മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ വന്നു പോയത് പലരും ഇത് പുറത്ത് പറയാഞ്ഞിട്ടാണ്. എത്ര ചെറുപ്പക്കാർക്കാണ് മൂത്രമുറ്റുന്ന രോഗമുള്ളത് എന്നറിയുമോ? ഞാൻ ചികിത്സിക്കാനിരിക്കുന്ന ഒരാളാണ്. പള്ളിയിലെ ഇമാമായി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയല്ല, മദ്രസ അധ്യാപനം ചെയ്യുന്ന മഹിതമായ ജോലി ചെയ്യുന്ന ഒരാളല്ല, ഹോസ്പിറ്റലിൽ നിന്ന് സാധാ രോഗികളെ പരിശോധിക്കുന്ന ഒരു വ്യക്തിയാണ്. ചെറുപ്പക്കാരനാണ്. അവന്റെ പ്രശ്നം എന്താ? മൂത്രമുറ്റിപ്പോകുന്നു എന്നതാണ്. എവിടെന്നാ അവന് പിഴച്ചത്? എവിടെന്നാണ് ഈ ചെറുപ്പക്കാരന് പിഴച്ചത്? 2-3 കാര്യത്തിലാണ്. ഒന്ന്, വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കാതെ കുടിക്കുന്നു അവൻ. മറ്റൊന്നും, മൂത്രമൊഴിക്കാൻ പോയാൽ, മൂത്രവിസർജനത്തിന് പോയാൽ ശരിയായ രൂപത്തിലുള്ള മൂത്രവിസർജനം അവൻ നടത്തുന്നില്ല. നാഡികൾക്ക് തളർച്ച വരികയും യൂറിക് ആസിഡിന്റേതടക്കമുള്ള മാരകമായ മലിന രോഗങ്ങൾ ശരീരത്തിൽ പ്രകടമാവുകയും വിസർജ്യ വസ്തുക്കൾ ശരിയായ രൂപത്തിൽ ശരീരത്തിൽ നിന്ന് പുറത്തു പോകാത്തത് കൊണ്ടുകൂടിയാണ് യൂറിക് ആസിഡ് പോലത്തെ രോഗങ്ങൾ വരുന്നത്. കേവലം മസാലകൾ കൂടിയ ഫുഡ് കഴിക്കുന്നത് കൊണ്ട് മാത്രമല്ല, മസാലകൾ വല്ലാതെ കൂടിയ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് മാത്രമല്ല, എരിവ് കൂടിയ ഭക്ഷണം വല്ലാതെ കഴിക്കുന്നത് കൊണ്ട് മാത്രമല്ല, എപ്പോഴും മാംസഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് മാത്രമല്ല, മറ്റു ചില കാരണങ്ങൾ കൂടി ഇത്തരം മലിന രോഗങ്ങൾ കൊണ്ട് ശരിയായ മൂത്രവിസർജനം ഇയാളിൽ നടക്കുന്നില്ല. ഡ്രോപ്സ് പിന്നെയും ബാക്കിയാണ്. യൂറിനറി ബ്ലാഡറിൽ, മൂത്രസഞ്ചിയിൽ മൂത്രമൊരൽപ്പം ബാക്കിയായി പോകുന്നു. ഒരു കാരണം ശരിയായ രൂപത്തിൽ വെള്ളം കുടിക്കാത്തതും, മറ്റൊരു കാരണം വിസർജനത്തിന് വേണ്ടി യൂറോപ്യൻ ക്ലോസറ്റ് ഉപയോഗിക്കുന്നതുമാണ്. അറിവ് കൂടിയപ്പോ, വിദ്യാഭ്യാസം കൂടിയപ്പോ, കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ വർദ്ധിച്ചപ്പോ,
ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യാൻ പഠിച്ചപ്പോ മനുഷ്യന് പ്രകൃതിപരമായ ജീവിതം ഇല്ലാണ്ടായിപ്പോയി. മനുഷ്യന് പ്രകൃതി ഗുണം ലഭിക്കുന്ന ജീവിതം ഇല്ലാണ്ടായി. ചെറിയ കാര്യമല്ല. വിദ്യാഭ്യാസം കൂടിയെന്ന വാദം, അറിവ് കൂടിയെന്ന വാദം, ക്വാളിഫൈഡാ മിക്ക ആളുകളും, ഗ്രാജുവേറ്റ്സ് ആണ്. ബട്ട് എന്താ പ്രശ്നം? ജീവിത ശൈലികൾ അറിയില്ല. ജീവിത ശൈലികൾ അറിയില്ല. ജീവിത രീതികൾ എങ്ങനെയെന്നറിയില്ല. അപ്പോ വിസർജ്യ വസ്തുക്കൾ ശരീരത്തെ മാരകമായ രോഗങ്ങളിലേക്ക് നയിക്കുന്ന വിസർജ്യ വസ്തുക്കൾ ശരീരത്തിൽ ഒരൽപ്പം തങ്ങി നിൽക്കുന്നു. ഇതുകൊണ്ടുള്ള രോഗങ്ങളൊക്കെ പറഞ്ഞാൽ തീരുമോ? യൂറോപ്യൻ ക്ലോസറ്റ് ഉപയോഗിക്കുന്നവർക്ക് വല്ല രോഗവും പിടികൂടിയാൽ അത് ശിഫയായി എന്ന് പറഞ്ഞ അത്ഭുതമല്ലേ? അയാൾക്ക് മാറൂലല്ലോ രോഗം. അയാൾക്ക് ഒരിക്കലും രോഗം മാറൂല. പിന്നെ മുട്ട് മടക്കാൻ പറ്റുന്നില്ല, തൽക്കാലം വേറെ വഴിയില്ല. മുട്ട് മടക്കിയേ തീരുന്നുണ്ടെങ്കിൽ കണ്ണൂരോട്ട് വരിക. അങ്ങനെ ഉണ്ട്. മുട്ടൊന്ന് മടക്കണം, പഴയ പോലെ ഇരിക്കണം എന്ന് പൂതിയുണ്ടെങ്കിൽ കണ്ണൂരോട്ട് വന്നാൽ അത് സാധ്യമാക്കി തരും.